നമ്മുടെ പർച്ചയും സനയുണ്ട്. നമ്മളിന്ന് പോകുന്നത് ഇരിഞ്ഞാലക്കുട നിപ്മറാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ് ട്രെയിനിന് വേണ്ടിയിട്ട്. ട്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. ലോക്കൽ ട്രെയിനിലാണ് പോകുന്നത്. സാധാ എപ്പോഴും ഈ ഒരു ടൈമിൽ വരുന്ന ട്രെയിൻ നമ്മൾ പറ്റിച്ചു, അതില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ വേറൊരു ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. 9:30 ആകുമ്പോഴാണ് നിപ്മറിൽ റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യം നമ്മൾ ഉദ്ദേശിച്ച ട്രെയിന് കിട്ടാത്തത് കൊണ്ട് കുറച്ച് വൈകി. അങ്ങനെ നമ്മൾ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ്. ഇവിടെ നിന്ന് ഇനി നിപ്മറിലേക്ക് ഓട്ടോക്ക് ഉള്ള ദൂരമുണ്ട്. നല്ലൊരു മഴയുള്ളൊരു ദിവസമായിരുന്നു. നമ്മൾ കുടയെടുത്തത് കൊണ്ട് ഭാഗ്യമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കയറുന്നുണ്ട് ട്രെയിനിൽ. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 10:30 ടൈമായി. നമുക്ക് ആദ്യം ഒരു ഓറിയൻറ്റേഷൻ ബേസിക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ കുറേ നടന്നു. അക്വാറ്റിക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നേരെ നടന്നാലൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു പൂള് പോലെ ഉണ്ടായിരുന്നു. ഒരു ഓപ്പൺ ആയിട്ടൊരു പോണ്ട് തന്നെ പറയാം. നമുക്ക് എന്തൊക്കെയാണ് അത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് ഇൻറ്റേൺഷിപ്പിന് ക്ലിനിക്കൽ സൈക്കോളജി ഇൻറ്റേൺഷിപ്പ് ഗവൺമെൻറ് മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിൽ ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. ഡിഫറെൻറ്റ് കോളേജസ് എന്നുള്ള കുട്ടികളാണ്. ഇപ്പം എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് സ്പോർട്സ് റൂമിലോട്ടാണ്. സ്പോർട്സ് റൂം കഴിഞ്ഞാൽ നേരെ ഉള്ളത് പാർക്കുണ്ട്, സെൻസറി പാർക്ക്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണ്, ഇതിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കാണാത്തവരൊന്ന് ജസ്റ്റ് കണ്ടാൽ മതി. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സെൻസറി പാർക്ക് കഴിഞ്ഞാൽ പിന്നെ നേരെയുള്ളത് സെൻസറി ഗാർഡൻ ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുൾ ഒരു ഗ്രീനറി. നമ്മൾ ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നൊരു ഫീലായിരുന്നു. വെള്ളച്ചാട്ടം, ആ ഒരു ഫുൾ സൗണ്ട്. ആ സെൻസറി ഗാർഡൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ നടക്കുന്ന പാത്തിലൊക്കെ ഇങ്ങനെ ഈ ABCD കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ സെൻസറി പാർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഉള്ളത് നിപ്മർ ഇരിഞ്ഞാലക്കുട. പിന്നെ ആ ഒരു ദിവസം നല്ലൊരു മഴയായിരുന്നു. ടോട്ടലി നമുക്ക് ആ ഒരു നല്ലൊരു ഫീലായിരുന്നു. ഒരു ഫീൽ ഗുഡ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. മാക്സിമം എനിക്ക് കഴിയുന്ന ക്ലിപ്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ മിസ്സായി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ സെൻസറി പാർക്കൊക്കെ ചുറ്റിക്കണ്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ നിപ്മറിൻ്റെ ഫ്രണ്ടിലെത്തും. ഇതാണ് ഒരു ഫ്രണ്ട്. കാണുമ്പോൾ ഒരു പഴയ ബിൽഡിംഗ് പോലെയൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ്. അതിൻ്റെ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ആർട്ട് എബിലിറ്റി സെൻ്ററാണ്. ഞാൻ ക്ലിപ്സൊന്നും അത്ര ഇൻക്ലൂഡ് ആക്കുന്നില്ല, കാരണം അവിടെ കുട്ടികൾ അവരുടെയൊക്കെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സംഭവം പോകും. അപ്പോൾ ഞാനൊന്നും ക്ലിപ്പ് എടുത്തിട്ടില്ല. പിന്നെ ഉള്ളതാണ് വെർച്വൽ റിയാലിറ്റി യൂണിറ്റ്. ഇതിലിങ്ങനെ ABCDs ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ നീങ്ങുന്നുണ്ടല്ലേ, നമ്മൾ ടച്ച് ചെയ്യാതെ അങ്ങനെ പറക്കുന്നുണ്ട്. സോ ഇതൊരു സ്റ്റിമുലേഷൻ, ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ക്ലിയർ ആയിട്ട് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ അത് കണ്ടു നോക്കാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിപ്മറിൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി തന്നെയാണ് അവർ ഈ ഒരു ട്രെയിനിങ്ങിനും റീഹാബിനും ഫിസിക്കൽ മെഡിസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല അവർക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ WHO ഒരു അംഗീകാരം കൂടി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് നമുക്കൊരു സെഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കടന്നു വന്ന ഒരാളാണ്, അതുപോലെ തന്നെ വന്നിരുന്ന ആൾക്കാരാണ്. ഇതാണ് ഇവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലൂടെ മൊത്തം 7 സൈക്കോളജിസ്റ്റുകളും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വിസിറ്റിംഗുമാണ് ഇപ്പം തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, സൈക്കോളജിസ്റ്റുകളുണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റുകളുണ്ട്, ഡയറ്റീഷ്യനുണ്ട്, അതുപോലെ ഡോക്യുമേഷൻ തെറാപ്പിസ്റ്റുകളുണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റുകളുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട്. സൈക്കോളജിസ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ചൊരു സ്ട്രെസ്ഫുൾ ജോബ് തന്നെയാണ് ചൈൽഡിനെ ഹാൻഡിൽ ചെയ്യുന്നത്, എസ്പെഷ്യലി ADHD ചൈൽഡ്. കാരണം പാരൻസിൻ്റെ എക്സ്പെക്ടേഷൻ ലെവൽ എപ്പോഴും മീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും പാരൻസിനാണ്. നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ എന്നൊരു ചെറിയ പ്രോസസ്സായിട്ടാണ് നമുക്ക് ഇപ്പോഴും തോന്നുന്നത്. അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയല്ല. ഓരോ ഇൻഡിവിജ്വൽ ലൈഫ് എടുക്കുമ്പോഴും അതിനെ നമ്മൾ മോൾഡ് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ചുറ്റുമുള്ള ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും. സോ അതാണ് ചൈൽഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ നിപ്മർ ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇതാണ്, എന്താ ചെയ്യുക, ഒരു ബെസ്റ്റ് പ്രാക്ടീസ് മോഡൽ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയായിരിക്കണം ഒരു OT റൂം ഉണ്ടായിരിക്കേണ്ടത്, ഇങ്ങനെയായിരിക്കണം ഒരു ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കേണ്ടത്, ഇങ്ങനെയായിരിക്കണം ഒരു ബോർഡ് റൂം ഉണ്ടായിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കണ്ടിട്ടാണ് അറിയില്ല. അവിടെ പുറത്ത് കുറേ സാധനങ്ങളുണ്ട്. സെൻസറി പാർക്ക്, കേരളത്തിലെ ആദ്യത്തെ സെൻസറി പാർക്ക്, സെൻസറി ഗാർഡന്, ഫ്ലോട്ടിംഗ് ഗാർഡന്, ഇവിടുത്തെ അക്വാട്ടിക് കണ്ടോ. ഇതായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ട ഏരിയ. അപ്പം അങ്ങനെയുള്ള ഒരു ബെസ്റ്റ് സെറ്റ് ചെയ്യാൻ ആക്ച്വലി NIPMR ചെയ്തിരിക്കുന്നത്. NIPMR അങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ലീഡിങ് സൈക്കോളജിസ്റ്റ് നമ്മുടെ തന്നെ ആളാണ്. വെൽമൈൻസ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്നെ പ്രൗഡ്ലി പറയാവുന്നതാണ്. അതുമാത്രമല്ല, രണ്ടാമത്തെ കാര്യം, ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് നെറ്റ്വർക്കിംഗ്. വെൽമൈൻസിൻ്റെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് എ നെറ്റ്വർക്കിംഗ് ആണ്. എവിടെ ചെന്നാലും നമ്മുടെ വെൽമൈൻസിൻ്റെ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടാവും.
NAPMമാർക്ക് നിങ്ങൾക്ക് പറയാം ഞാൻ വെൽമെൻസിൽ മെമ്പറാണെന്ന് എന്ന് പറഞ്ഞ് കയറി ചെല്ലുമ്പോൾ റെസീവ് അങ്ങനെ ഒരു ബെനിഫിറ്റാണ് നമുക്കുള്ളത്. നമ്മൾ പോലീസ് അക്കാഡമി പോയി അതേപോലെ തന്നെ വെൽപ്പടെ പോയി അങ്ങനെ ഓരോ സ്ഥലത്ത് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ പേഴ്സണലി നിങ്ങൾക്ക് ഈ ഏരിയയിൽ താല്പര്യമുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാം. സപ്പോസ് നിങ്ങൾക്ക് MPhil ക്ലിനിക്കൽ സൈക്കോളജി വേണമെന്നില്ല, നിങ്ങൾക്ക് റിഹാബ് ആയാൽ മതി, PGDRP വേണ്ടി PGDI ഉണ്ട്, ഏത് കോഴ്സ് കഴിഞ്ഞാലും ഇതുപോലെ സെൻറ്ററിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ സൗകര്യങ്ങൾ കാണുക. നമ്മൾ വർക്ക് ചെയ്യേണ്ട അതിൽ സഫിസ്റ്റിക്കേറ്റഡ് ആയ ഇതുപോലത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റീസിൻ്റെ സംവിധാനങ്ങൾ ഇത് കയറുന്നുണ്ട്. NAPMമാരിൽ ഒരുപാട് പേർക്ക് സർവീസ് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു മോഡലാണ്. ഇങ്ങനെയാണ് സൈക്കോളജി സെൻറ്റർ ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി യൂണിറ്റ്. ഡോട്ടി ഉണ്ട്, ഫിസിയോ ഉണ്ട്, സ്പീച്ച് ഉണ്ട്, PLO ഉണ്ട്, പീഡിയാട്രിഷ്യന്മാരുണ്ട്, സം ന്യൂറോളജിസ്റ്റുകളുണ്ട്. ഇങ്ങനെ ഒരു കളക്റ്റീവ് വർക്കാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല എല്ലാ എക്സ്റ്റൻഷൻ പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ ഏരിയാവുന്ന ഡിഫറെൻറ്റ് പ്രൊജക്റ്റാണ്. സാറ് പറഞ്ഞ പ്രൊജക്റ്റ് തന്നെ ഇൻഹൗസ് പ്രൊജക്റ്റുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി പ്രൊജക്റ്റുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കരിയറിൽ നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റാണ്. അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ കൂടിയാണ് ആക്ച്വലി നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ കിട്ടി, നല്ല ക്ലാസ് ആയിരുന്നു, എല്ലാം കൂടി ബ്രീഫായി പറഞ്ഞു തന്നതിൽ. പിന്നെ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ഒരു പഴയ ബിൽഡിംഗ്, അവിടെ പറയുന്നത് പഴയ ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക, 6 നിലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ സാർ ഓൾറെഡി ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻട്രോ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ചും കൂടി നല്ലൊരു കളർഫുൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത്രയും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഒരു നിപ്മർ എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്ന് നമ്മളൊന്നും കൂടി ഉയർന്ന് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ വിഷ്വൽ റിയാലിറ്റി ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാർ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. ഒന്നും കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാര്യങ്ങളൊക്കെ സാർ നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും അപ്ഡേറ്റഡ് ആണ് ഇവിടെ എന്നുള്ളത് നമ്മളും ആ ഒരു രീതിക്ക് ചിന്തിക്കണം എന്നുള്ളത് തുടങ്ങി. പിന്നെ ഇവിടെ നമ്മൾ ഓരോ സ്റ്റെയേഴ്സ് കയറുമ്പോഴും അവിടെ ഒരു വലിയൊരു ബോർഡിൽ ഇങ്ങനെ ഓരോ കോട്ട് ഉണ്ടാവും. അത് വായിക്കുമ്പോൾ നമുക്കും ഒരു ഇൻസൈറ്റാണ്, ഓക്കെ ആ ഒരു സംഭവം. പിന്നെ കുറേ ഒരു ദിവസം കൊണ്ട് ഇത്രയും എല്ലാം പഠിച്ചെടുക്കാൻ പറ്റി, ഒന്ന് ഓടിച്ച് കാണാം, അതാണ് ഇവിടെ പറ്റിയിട്ടുള്ളത്. റെസിഡൻഷ്യൽ അല്ലെങ്കിൽ പോലും പേരൻസിന് അതിനനുസരിച്ച് ട്രെയിൻ ചെയ്തെടുത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് അറ്റ് ഹോം ഓൾസോ ഈക്വലൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് സംതിങ് വെരി റിമാർക്കബിൾ. ദാറ്റ് വാസ് വാട്ട് സ്ട്രൈക്ക് മീ. അങ്ങനത്തെ ഒരു കോഴ്സായിട്ട് ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് കൊടുക്കുന്നത്. അപ്പം അതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര, അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു നമുക്കിതുപോലെ സ്റ്റാർട്ട് ചെയ്യണോ, നമുക്കിങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തെടുക്കും. പിന്നെ ജില്ലയിൽ ഒരു എക്സിറ്റ് ഈ സമയത്തല്ലായിരുന്നു എബിലിറ്റി കഫേ. സോ 2018 സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം. സിമ്പിൾ കോഫി വെൻഡിങ് മെഷീൻ, ഒന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത 2 കുട്ടികളെ വെച്ചിട്ട് ജസ്റ്റ് അവർക്ക് ആകെ കോഫിയിൽ ചിഹ്നം വെച്ചിട്ടുണ്ട്, TV ചിഹ്നം വെച്ചിട്ടുണ്ട്, ചായ വെക്കും, മെഷീനിട്ടും ഇടും. ഇപ്പോൾ വി ഹാവ് അറൗണ്ട് 13-14 കോഫി വെൻഡിങ് മെഷീൻസ് ഷോപ്പുണ്ട്. കഫേസ് ഉണ്ട്, എബിലിറ്റി കഫേ ഉണ്ട്. നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എബിലിറ്റി കഫേസ്. ഭിന്നശേഷിക്കാരെ കുട്ടികളാണ്, അപ്പോൾ അവരുടെ റീഹാബിലിറ്റേഷൻ, അവരെ എംപവർമെൻറ്റ്, പിന്നെ അതിൻ്റെ എബിലിറ്റി ബേക്സ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ NAPMമാർ പിന്നെ പതിവ് സ്റ്റാർട്ട് ചെയ്തതാണ്. ബേക്സ് ഉണ്ട്, ആ ബേക്സിൽ കൂടുതലും ഇതന്നെയാണ് സിമ്പിൾ ബേക്സ്. ഇവിടെ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് സൗകര്യങ്ങളുണ്ട്. ഇത് കുറച്ച് വ്യവസായസ്ഥലത്തിൽ ചെയ്യുന്ന മറ്റുണ്ട്, കോഫി ഷോപ്സിൽ, ഭിന്നശേഷിക്കാർ നടത്തുന്ന കോഫി ഷോപ്പിലുണ്ട്. നമ്മൾ എബിലിറ്റി കഫേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗൂഗിൾ അടിച്ച് വെച്ചുകഴിഞ്ഞാൽ ഭിന്നശേഷിക്കാർ റൺ ചെയ്യുന്ന, സംസാരിക്കുന്നില്ല, അവർ ചെയ്യില്ല, അവർക്കാകെ ചായക്ക് സിമ്പിൾ, കോഫിക്ക് സിമ്പിൾ. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങളിതിൽ കാണുന്ന എല്ലാവരും ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിലുള്ളതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളാണ്. ലൈക്ക് ബാംഗ്ലൂർ, ഡൽഹി, തമിഴ്നാടു, അങ്ങനെ വ്യത്യസ്ത കോളേജിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു ഡേ ആയിരുന്നു. നമ്മുടെ വിസിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 1:30 കഴിഞ്ഞു. ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കവർ ചെയ്തു. നമുക്കൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മൾ ബസ് സ്റ്റാൻഡിൽ കാത്തിക്കാണ്. നമ്മുടെ ഒപ്പം സെനയും ഇന്ന് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരു ഹായ് പറയൂ. എന്നാലും കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു വിസിറ്റ്? അടിപൊളിയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ കൂടുതൽ നല്ല അടിപൊളിയായിരുന്നു. കാണാൻ നല്ല രസമുണ്ട്. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? ഫെസിലിറ്റീസ് ഉണ്ടായി, അതുപോലെ നല്ല സ്ട്രക്ചറും നല്ല പറയാ പുതിയ സാധനങ്ങൾ അവർ എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നല്ലതാണ്, ഇങ്ങനെയൊക്കെ വരണം. ഇതേപോലത്തെ കുറേ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ വേണം, എല്ലായിടത്തും വേണം. അവിടെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കുറച്ച് നല്ല എക്സ്പെൻസീവ് ആണ്. അതായത്
അല്ലേ നല്ല റേറ്റ് ഉള്ളതാണ്. വലിയ വലിയ നമ്മൾ എവിടെയും കാണാത്ത റെയർ ആയിട്ട് ഇപ്പോൾ ഒരു റൂം സെറ്റപ്പ് ആണെങ്കിലും ഒരു ASD ഉള്ള ആൾക്കുള്ളൊരു റൂം സെറ്റപ്പ് ആണെങ്കിലും ഒക്കെ ഭയങ്കര നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു അല്ലേ. ലൈക്ക് ഫ്രിഡ്ജ്, ബാത്റൂം ഒക്കെ എങ്ങനെയാണ് ഒരു ASDയിലുള്ള ആൾക്കാർക്ക് എങ്ങനെ വേണ്ടത് അതവിടെ ഉണ്ടായിരുന്നു. സെൻസറി ഗാർഡൻ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാം ഒരു ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഏകദേശം എല്ലാവർക്കും. സോ നിപ്മറിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. നമ്മൾ കുറച്ച് നേരം കാത്തു നിൽക്കുമ്പോഴത്തേക്കും ബസ് വന്നു. അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ പോവാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ ഏതെങ്കിലും ഒരു ഫുഡ് സ്പോട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള പ്ലാനും കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ഇങ്ങനെ ഡൽഹിയിലൊക്കെ ഇരുന്നുകൊണ്ട് ഈ ഒരു ബസ്സും ഈ ഒരു യാത്രയും മഴക്കാലവും ഈ ഒരു പച്ചപ്പും നല്ല രീതിക്ക് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബസ് സ്റ്റോപ്പ് എത്തി, എല്ലാവരും ഇങ്ങനെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. ശരി, ഒരു കുഴിമന്തി തന്നെ കഴിക്കാമെന്നുള്ള പ്ലാനിലായി. കുറേ അടുത്തുള്ള കടകളൊക്കെ നമ്മൾ തപ്പി ലാസ്റ്റ് ഇക്കൂബൈസ് കുഴിമന്തി കടയിൽ എത്തുകയാണ്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോയിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കട മെയിൻ ഒരു ടൗൺ ഏരിയയിലല്ല, കുറച്ച് ഉള്ളിലേക്ക് വരാനുണ്ടായിരുന്നു. എല്ലാവർക്കും എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു കുഴിമന്തി പൂതി. ഇതാണ് കട എന്ന് പറയുന്നത്. കുഴപ്പമില്ല, താഴെ ഇരിക്കാനുള്ള പ്ലേസ് ഉണ്ട്, മേലെ ഇരിക്കാനുള്ള. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരാണ്. എവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയാലും ഇവരും ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു തമാശ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മേലെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് മജ്ലിസിൽ. പൊതുവേ ഞാൻ പോയ കുഴിമന്തി കടകളിലൊക്കെ 1 or 2 ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിൽ കുറേ സെക്ഷനായിട്ട് കുറേ മജ്ലിസ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കുഴിമന്തി കടയിൽ പോകുന്നത്, ഇങ്ങനെ സെക്ഷനായിട്ടുള്ള കുറേ മജ്ലിസ്. ഇതാണ് ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് നമ്മൾ മന്തി ഓർഡർ ചെയ്യുള്ളൂ, അൽഫാം. എന്നാലും വെറുതെ മെനു കാർഡ് ഇങ്ങനെ മറിച്ച് നോക്കണത് എല്ലാവർക്കും അതൊരു സുഖമാണല്ലോ. ലാസ്റ്റ് ഇത്രയൊക്കെ മെനു കാർഡ് മറിച്ച് നോക്കിയിട്ട് ലാസ്റ്റ് അൽഫാം കുഴിമന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ കുഴിമന്തി എത്തുകയാണ്. ഒരു ഹാപ്പിനെസ്സിലാണ് നമ്മളെല്ലാവരും. അങ്ങനെ രണ്ടാമത്തെ പ്ലേറ്റ് 2 ഫുള്ളാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ അവസാനമായിട്ട് പാലക്കാട് പെരുന്നാളുടെ തലേദിവസം ഒരു കുഴിമന്തി കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് ഇനിയും ഞാൻ ഇട്ടിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു വേറൊരു രസം. അത് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത്. പക്ഷേ നല്ലൊരു ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ഒരു ഫുഡിൽ. ഒന്നാമത്തേത് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ PGയിൽ നിൽക്കണ അവിടെ വെറുംചോറും അങ്ങനെയൊക്കെ കിട്ടുക. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു വലിയൊരു പെരുന്നാൾ ഫീൽ തന്നെ ആയിരുന്നു. സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മന്തിയും പിന്നെ അൽഫാമും മയോണീസും അതൊക്കെ ആക്കി. ബില്ല് വന്നിട്ടുള്ളത് ടോട്ടൽ 1554 ആണ്. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ ഫുൾ ക്ലീൻ ആക്കി. പിന്നെ അടുത്തെവിടെയെങ്കിലുമൊക്കെ നല്ലൊരു പ്രകൃതിദത്തമായ ഒരു സ്ഥലം കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ടയർഡായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകുന്ന തീരുമാനിച്ചു. ഈ പാടവും ഈ പച്ചപ്പൊക്കെ ഞാൻ നല്ല രീതിക്ക് മിസ് ചെയ്യണ്ടായിരുന്നു. ഒരു ഫ്രഷ് എയർ അതൊന്നും ഡൽഹിയിൽ കിട്ടൂല. നമ്മളിപ്പോൾ ഉള്ളത് തനിയാലക്കുട റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇക്കൂബൈസിന്ന് മന്തി കഴിച്ചു. അപ്പോൾ നമ്മൾ തൃശ്ശൂരിക്കുള്ള വെസ്റ്റ് ഫോർട്ടിക്കുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്ന് തഷ്രീഫരും ചിന്മയല്ലേ? അതെ, നല്ലൊരു ഡേ ആയിരുന്നു നമുക്ക്. ഞാൻ ഇതിന്റെ വേറെ തന്നെ ഒരു നിപ്മർ എങ്ങനെയാന്നുള്ളത് ഞാൻ വേറെ തന്നെ ഒരു വ്ലോഗ് എടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വന്നു. നമ്മൾ നല്ല തിരക്കൊഴിഞ്ഞ ഒരു ട്രെയിനിൽ ഇരുന്ന് പോകാമെന്ന് സ്വപ്നം കണ്ടു. പക്ഷേ എല്ലാം തകർന്നു പോയി. നമ്മൾ നിന്ന് തന്നെ യാത്ര ചെയ്തു പോയി. ഫർസാന ബൈ എന്ന് പറഞ്ഞ് ഫർസാന പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വ്ളോഗ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ വേറെ ആർക്കെങ്കിലൊക്കെ കാണണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്റ്റ് അഷിങ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇത്രയുള്ള വ്ളോഗ് അവസാനിക്കുകയാണ്.